സ്ത്രീയോട് നന്ദഗോപര് പറയണ നമുക്ക് പലായനം ചെയ്യേണ്ടി വരും. എന്താണ്, ഈ ഗോകുലത്തിൽ നിന്ന് നമുക്ക് വീണ്ടും വൃന്ദാവനത്തിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ ഈ സന്യാസിനി പറയണ ഞാനില്ല എന്നെന്താണ്, ഞാന് ഈ ഉണ്ണിക്കണ്ണന്റെ ബാലലീലകളൊക്കെ ആസ്വദിച്ചത് ഈ വീട്ടിൽ നിന്നാണ്, അതുകൊണ്ട് ഞാൻ വരില്ല ഈ വീട് വിട്ടിട്ട് എന്ന് ആ സ്ത്രീ നന്ദഗോപരോട് പറയണേ. അത് കേട്ടോണ്ട് നിൽക്കുന്ന കണ്ണൻ ഓടി വന്നിട്ട് ഈ സന്യാസിനിയുടെ ആ ജപമാല എടുത്തിട്ട് പുറത്ത് കൈ പിടിച്ചിട്ട് ഒരൊറ്റ ഓട്ടാണ്ട് കൊടുക്കുകയാണ് പുറത്തേക്ക്. അതോടുകൂടി ഈ സന്യാസിനി, പ്രായമുള്ള സ്ത്രീ കേട്ടോ, കണ്ണന്റെ പിന്നാലെ ഓടാൻ ഒരു മടിയില്ല, വേഗം ഓടുന്നുണ്ട് പല പയറുമണി പോലെ. ഭഗവാന്റെ പിന്നാലെ ഓടി, എൻ്റെ ജപമാല തരുണ്ടിയേന്ന് ചോദിച്ചിട്ട് ഓടുകയാണ് ഭഗവാന്റെ പിന്നാലെ. അങ്ങനെ ഓടിയിട്ട് എന്താ ചെയ്യണ ഉണ്ണിക്കണ്ണൻ, പുറത്ത് ഒരു ഉണങ്ങിക്കരിഞ്ഞ ഒരു ചെറിയ ഒരു തയ്യ് നിൽക്കുന്നുണ്ട്, എന്തിൻ്റെയോ മാവിൻ്റെ എന്തിൻ്റെ ഒരു തയ്യ്. വേഗം ഈ സ്ത്രീയുടെ ആ ഒരു ജപമാല ആ തയ്യിൻ്റെ മുകളിൽ ഇങ്ങനെ തട്ടിക്കുകയാണ്. അതോടുകൂടി പെട്ടെന്ന് ആ ഒരു ഉണങ്ങിക്കരിഞ്ഞ മരത്തിൻ്റെ തയ്യ് പെട്ടെന്ന് ഇലകളൊക്കെ വെച്ചിട്ട് നല്ല തളിരൊക്കെ ഇട്ട് നല്ലതായിട്ട് ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ അത് കാണുമ്പോൾ ഉണ്ണിക്കണ്ണൻ പറയണ